SSLC പ്ലസ് ടു പൊതുപരീക്ഷ നടക്കാൻ പോവുകയാണ്. എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസുകൾ നേടുവാനുള്ള പരിശ്രമത്തിലാണ് വിദ്യാഭ്യാസ അധികൃതരും രക്ഷിതാക്കളും ഒക്കെ. ഇന്ന് ഞാൻ സംസാരിക്കുന്നത് എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് വാങ്ങും എന്ന ശുഭപ്രതീക്ഷയുള്ള മക്കളോടല്ല. ചില വിഷയങ്ങൾക്കൊക്കെ എ പ്ലസുകൾ നഷ്ടപ്പെടാം, ബി പ്ലസുകളാകാം, താഴ്ന്ന ഗ്രേഡുകളാകാം, ഒരുപക്ഷെ പരാജയപ്പെടും എന്നുള്ള ഭീതി പോലും ഉണ്ടാകാം. അത്തരം മക്കളോടാണ് എനിക്ക് സംസാരിക്കുവാനുള്ളത്. ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ ജീവിതത്തിലെ ഒരു സംഭവം. ജർമ്മനിയിൽ ജനിച്ച ആൽബർട്ട് ഐൻസ്റ്റീൻ സൂറിച്ചിലെ പോളിടെക്നിക്കിൽ അഡ്മിഷൻ നേടുവാൻ വേണ്ടി സ്വിറ്റ്സർലൻഡിലെത്തുകയാണ്. പോളിടെക്നിക് കോളേജിൽ അഡ്മിഷൻ നേടുന്നതിന് ഒരു വലിയൊരു എൻട്രൻസ് എക്സാം അഭിമുഖീകരിക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. എൻട്രൻസ് പരീക്ഷയിൽ ഐൻസ്റ്റീൻ അമ്പെ പരാജയപ്പെട്ടു. പക്ഷേ മൂല്യനിർണ്ണയത്തിൽ ചില വിഷയങ്ങളിൽ അഗാധമായ പാണ്ഡിത്യമുള്ളതായി പോളിടെക്നിക്കൽ പ്രിൻസിപ്പലിന് ബോധ്യപ്പെടുകയാണ്. ഫിസിക്സും മാത്തമാറ്റിക്സും. പിറ്റേ വർഷത്തെ പോളിടെക്നിക് പ്രവേശനത്തിന് എൻട്രൻസ് പരീക്ഷ ഇല്ലാതെ തന്നെ ആൽബർട്ട് ഐൻസ്റ്റീന് പോളിടെക്നിക്കിൽ അഡ്മിഷൻ നേടാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ഈ സംഭവത്തിൽ നിന്നും പ്രിയപ്പെട്ട മക്കളുമായി ഞാൻ പങ്കുവയ്ക്കുന്നത്, എല്ലാ വിഷയങ്ങൾക്കും നിങ്ങൾക്ക് കഴിവ് തെളിയിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. പക്ഷെ നിങ്ങൾ 10 വർഷം അല്ലെങ്കിൽ 12 വർഷം പഠിച്ചു കഴിയുമ്പോൾ 1, 2, 3 വിഷയങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതാണെന്ന് തോന്നുന്നുവെങ്കിൽ നിങ്ങൾ വിജയിച്ചു എന്നാണ് എനിക്ക് സംസാരിക്കുവാനുള്ളത്. ആ വിഷയത്തിൽ നിങ്ങൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. അത് ഒരു വിഷയമാണെങ്കിൽ കൂടി ആ ഒരു വിഷയത്തിന് അപാരമായ ശക്തിയുണ്ട് എന്ന് പ്രിയപ്പെട്ട മക്കൾക്ക് ബോധ്യപ്പെടാനുള്ള അവസരമായി ഈ പരീക്ഷയെ നിങ്ങൾ കാണുക. നിങ്ങളുടെ കരിയർ തീരുമാനിക്കുന്നതിൽ ആ വിഷയത്തിന് വലിയ പങ്കുണ്ട്. അതായിരിക്കാം നിങ്ങൾക്ക് വിജയത്തിലേക്കുള്ള ചവിട്ടുപടിയായി മാറുന്നത്. ഓർക്കുക.